ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പാവയ്ക്ക അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 പാവയ്ക്ക ഇതുപോലെ നീളത്തിലരിഞ്ഞ് കനം കുറച്ചരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നേരത്തെ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് ഞാനത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് പാവയ്ക്ക തോരനും തീയലും എല്ലാം ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റിക്ക് ഇത് അച്ചാറിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ച പാവയ്ക്കയിലേക്ക് കുറച്ചേറെ ഉപ്പിടണം കേട്ടോ. ഉപ്പിട്ടിട്ട് നല്ല രീതിയിൽ അത് നന്നായിട്ട് ഞെരടി തിരുമണം. കൈ കൊണ്ട് തന്നെ തിരുമണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഉപ്പിൻ്റെ ആ വെള്ളം പാവയ്ക്കയുടെ ഇതുമായിട്ട് ചേർന്ന് നല്ല നീരായിട്ട് നമുക്കത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഞെരടി നല്ല സെറ്റാക്കി എടുക്കണം. കുറച്ച് നേരം വെച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ ആ ഉപ്പ് നീരെല്ലാം ഇറങ്ങി ആ കയ്പ്പൊക്കെ കുറച്ച് മാറും കേട്ടോ. കയ്പ്പൊക്കെ കുറച്ച് പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെച്ചത്. ഇതിപ്പോൾ പാവയ്ക്ക കൊണ്ട് ഒരുപാട് നേരമൊന്നും വെക്കേണ്ട, കയ്പ്പ് പിന്നെയും കൂടും. എന്നിട്ട് ഞാൻ ഇത് ഇതുപോലൊരു ചട്ടി വെച്ചിട്ട് ചട്ടിയല്ല, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം പാവയ്ക്ക കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇഡ്ഡലി തട്ടിലേക്ക് പാത്രം വെച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ആവിയിൽ ഒന്ന് ജസ്റ്റ് പുഴുങ്ങിയെടുക്കാം കേട്ടോ. കാരണം നമ്മൾ ഇതിങ്ങനെ നാരങ്ങയൊക്കെ നമ്മൾ ഇതുപോലെ പുഴുങ്ങിയിട്ട് കയ്പ്പ് കുറയാനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പാവയ്ക്കും ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ കുറേ അധികം പച്ചമുളക് വേണം. കാരണം ഇത് നമ്മളിതിനകത്ത് വേറെ എരിവിനായിട്ടൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചധികം പച്ചമുളക് വേണം. പിന്നെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെക്കണം കേട്ടോ. പിന്നെ ഇത് എപ്പോഴും എല്ലാ അച്ചാറും ഇടുന്ന പോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും വേണം. അതും ഇതുപോലെ ഞാൻ കുറച്ചധികം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ കട്ട് ചെയ്ത് വെക്കാനും കുക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചൊരു വീഡിയോ ആണിത്. പിന്നെ ഞാൻ ഇതൊരു പാത്രമായിരുന്നു നോക്കണ്ട. നമ്മുടെയൊക്കെ വീടുകളാണല്ലോ, പാത്രങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ കുറേ പാത്രങ്ങൾ ഉപയോഗിച്ചാലും ചില പാത്രങ്ങൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. അപ്പോൾ ഇതുപോലതിനകത്ത് ഞാൻ കടുകും ഉലുവയും കൂടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. വെറുതെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, വെറുതെ. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ എല്ലാവരും ഓർക്കും ഇതൊക്കെ അറിയാവുന്നതല്ലേ, ഇതൊക്കെ എന്തിനാണ് പറയുന്നത്. അതൊരു സത്യമായ കാര്യമാണ്. പക്ഷെ ഞാൻ ഇതിനകത്ത് കണ്ടപ്പോൾ ഞാൻ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇതൊക്കെ എന്നേക്കാൾ കൂടുതൽ കുക്കിംഗ് അറിയാവുന്നവരും ചാനലുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്നുമല്ല എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ ചാനലിടുമ്പോൾ നമുക്കൊരു വെറൈറ്റി അല്ലേ, അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണേ. അതിന് ശേഷം വേറൊരു എല്ലാം തെറ്റിപ്പോകണല്ലോ. അപ്പോൾ നമ്മുടെ ആ പാവയ്ക്കാക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ആവിയൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. നല്ല കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറേ നേരം ഞാൻ പാത്രം വെക്കുന്ന കാര്യം പറയുന്നു. പാത്രം വെച്ച് ഞാൻ പറഞ്ഞു തൊട്ട് ഇത് നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ്. അതുകൊണ്ട് ഇത് കല്യാണത്തിന് മുന്നേ എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അവിടുത്തെ ഒരു തൊടുപുഴയിലെ വീടാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കോലമൊക്കെ ചെറുതായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അതൊന്നും ആരും മൈൻഡ് ചെയ്യരുത്. ഉള്ളി കോൺസെൻട്രേഷൻ അച്ചാർ. പിന്നെ നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് പിന്നെ അതിലേക്ക് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഈ പെണ്ണിത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു. എണ്ണ ചൂടായില്ല, എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്തുവാ ഇവൾ ഇടുന്നത്? കടുകാണ് ഇട്ടത്. കടുകിട്ട് ജസ്റ്റ് ഇത് എന്തോരം കടുക് ഈ പെണ്ണ് വാരി ഇടുന്നത് ഇത്. പോട്ടെ, ഞാൻ തന്നെയാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എനിക്കാണെങ്കിൽ ഈ കടുകും ഇതെല്ലാം ഒരുപാട് ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ. ഈ നമ്മുടെ കടുക് വറുക്കുമ്പോഴൊക്കെ ഇടത്തില്ലേ, അപ്പോൾ എനിക്ക് കടുകും കറിവേപ്പിലയൊക്കെ ഒരുപാട് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, ഇരുട്ടായി ഗൈസ്, കറണ്ട് പോയെന്ന് തോന്നുന്നു ഗൈസ്, ഒന്നും കാണാൻ പറ്റില്ല. അവിടെ കടുകെല്ലാം നല്ല രീതിയിൽ പൊട്ടുന്നുണ്ട്. അമ്മയായിരുന്നു തോന്നുന്നു ആ സമയത്ത് വീഡിയോ എടുത്തു തന്നുകൊണ്ടിരുന്നത്. അമ്മയുടെ ഒരു വെള്ളിൻ്റെ അറ്റമാണ് ഗൈസ് കണ്ടത്. പോട്ടെ, സാരമില്ല, ആദ്യമായിട്ടല്ലേ. അതാ നമ്മളെ മറ്റേ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ എന്തുവാ വെളുത്തുള്ളി ഇഞ്ചി കുട്ടന്മാരെ അങ്ങോട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് ഇത് ഇട്ടിട്ടും തീരുന്നില്ല ഗൈസ്. പെണ്ണെ അങ്ങോട്ട് വേഗം ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ട് നമ്മൾ ചക്ക നല്ല രീതിയിൽ ഇളക്കി അങ്ങോട്ട് ഇളക്കി ജസ്റ്റ് ഇതാക്കി എടുക്കണം. ഇളക്കാണ്ടൊക്കെ നന്നായിട്ട് അറിയാം. നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി എടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഏത് അച്ചാർ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മീനച്ചാറാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട്
പിന്നെ മാങ്ങയും നാരങ്ങയാണ്. പിന്നെ വെജിറ്റബിൾ അച്ചാർ ഞാൻ ഇടും കേട്ടോ. ക്യാരറ്റും മാങ്ങയും ബീട്രൂട്ടും ഒക്കെ വെച്ചിട്ട് ഇവിടെ ഞാനൊരു തവണ വന്നപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാ നമ്മളെ പച്ചമുളക് കുട്ടന്മാരെ അങ്ങോട്ടിട്ട് അതും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഞാൻ അതായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെജിറ്റബിൾ അച്ചാർ. അതുപോലെ മറ്റേ വെളുത്തുള്ളി അച്ചാറൊക്കെ എനിക്ക് മേടിക്കില്ല കടയിൽ നിന്ന്, അത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാതെ എനിക്ക് വെളുത്തുള്ളി അച്ചാറൊന്നും എനിക്കിഷ്ടമല്ല. പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് മീനച്ചാർ കൂട്ടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു തവണ ഇവിടുന്ന് അമ്മ ഉണ്ടാക്കി തന്നു, പിന്നെ ഒരു തവണ കടയിൽ നിന്ന് മേടിച്ചു. അങ്ങനെയാണ് ഞാൻ അച്ചാർ കൂട്ടി കഴിച്ചോറുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ഈ പാവയ്ക്ക അച്ചാർ, പക്ഷെ ഇത് ഞാൻ ഇട്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് അത് തോന്നിയില്ല കേട്ടോ. പക്ഷേ അത്യാവശ്യം എനിക്ക് കഴിക്കാൻ പറ്റിയേ. പിന്നെതാ ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ പല മിസ്റ്റേക്കുകളും കാണും. നമ്മുടെ ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്ക കുട്ടന്മാരത് അമ്മയാണ് കേട്ടോ. അതെന്നറിയാം എനിക്ക് അതുകൊണ്ട് ഞാൻ അപ്പോഴത്തേനും വീഡിയോ എടുത്ത് അതാ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അമ്മയുടെ കരങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. അമ്മ അപ്പോൾ ചൂടായതുകൊണ്ട് അമ്മയാണ് എനിക്ക് ആ സമയത്ത് അതാ ഇട്ട് തന്നത്. അതിന് ശേഷം അമ്മ തന്നെ ഇളക്കി തുടങ്ങി. കാരണം അത് എനിക്ക് ചൂടൊക്കെ ആയതുകൊണ്ട് ഇളക്കാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പോഴാണ് ഞാൻ ഇളക്കും കേട്ടാ. അന്നേരം എനിക്ക് അമ്മയ്ക്കൊരിത് എന്നെക്കൊണ്ട് ഇളപ്പിക്കാം. അങ്ങനെ ദാ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആ ഒരു എണ്ണയും കടുകും അതെല്ലാം ആയിട്ട് നല്ല രീതിയിൽ നല്ല ഇളക്കി അപ്പോൾ അതിനകത്ത് ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം കാണും നമ്മൾ ആവിയിൽ എടുത്തോണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വറ്റാൻ വേണ്ടി ഇങ്ങനെ അങ്ങോട്ടിട്ട് അങ്ങനെ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുമ്പം എല്ലാം സെറ്റായി വാടി വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറ് തന്നെ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഗ്യാസിൻ്റെ അടുപ്പാണ് ഗൈസ് കാണിക്കുന്നത്. അത് ഞാൻ തന്നെ ഫോൺ പിടിച്ച് ഞാൻ തന്നെ ഇളക്കുന്നതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ പറ്റിപ്പോയത്. ആരും അത് ശ്രദ്ധിക്കരുത്, ആരും തെറി പറയരുത് ഗൈസ്. അപ്പോൾ അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്തുവായിരുന്നു ചേർക്കുന്നത്? നേരത്തെ എടുത്തു വെച്ച വീഡിയോ ഉണ്ട്, പണ്ടരടങ്ങ് ഞാൻ മറന്നും പോയി. ഈ പെണ്ണെന്തു ഗൈസ് ഓർമ്മ വന്നു ഗൈസ്, വിനാഗിരിയാണ് ഗൈസ് ഒഴിക്കുന്നത്. അത് അത്യാവശ്യം പുളിപ്പ് വേണമല്ലോ, അതുകൊണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ നല്ല പുളി എരിവും അച്ചാറിനൊക്കെ ഉള്ളത്. അത് ഒഴിച്ചതിന് ശേഷം പിന്നെ അമ്മ തന്നെ ഇളക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല എന്ന് വെച്ചാൽ ഉപ്പിട്ട് നമ്മൾ പുഴുങ്ങിയത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഉപ്പിടാത്തത്, അതുകൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇപ്പം അത്യാവശ്യം ഉപ്പുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും ഇടാത്തത്. പിന്നെ വിനാഗിരിയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് നല്ല കായ്പയ്ക്ക അച്ചാർ റെഡി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.